ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, റീസെൻ്റ്ലി നമ്മളുടെ നെസ്ലിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. കാരണം ആ വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാനവിടെ ഉണ്ട്. അപ്പം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതും എനിക്കിതിൽ തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വേറൊന്നുമല്ല, ആ ഒരു വീഡിയോ വന്നതിന് ശേഷം നെസ്ലന് സപ്പോർട്ട് ചെയ്തും അതിലുപരിയായിട്ട് നെസ്ലന് എഗെയിൻസ്റ്റ് ആയിട്ടും ഒത്തിരി ആൾക്കാർ ഓരോരോ വീഡിയോസ് പലരും അതിന് റിയാക്ട് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിന് താഴെയും ഇവർ കമൻറ്റ് ചെയ്യുന്നത് നെസ്ലൻ ഭയങ്കര അഹങ്കാരിയാണ്, അവന് താരജാടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ ആദ്യം തൊട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസം എന്താ പറയുക, ആലപ്പുഴ ജിംഖാന ഒരു ടീം ആ തിയേറ്ററിൽ എത്തിയത്, തിയേറ്റർ വിസിറ്റിന് വേണ്ടിയായിരുന്നു അന്ന് അവിടെ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം മൂവി കഴിഞ്ഞിട്ട് അവരെല്ലാവരെയും കണ്ടു, താങ്ക്സ് പറഞ്ഞു, തിരിച്ചെല്ലാവരും അവർക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞു, വിഷസ് അറിയിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഹഗ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നെസ്ലിനായിട്ടൊക്കെ ഒരുപാട് പേരുന്ന് അന്ന് ഫോട്ടോ എടുത്ത്. ആ ഹോൾ ടീമിലുള്ള ഒട്ടുമിക്ക ആളുകളായിട്ടും എവറി പേഴ്സൺസായിട്ടും എന്താ പറയുക, ഫാമിലീസ് ആണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തു, അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ അത്രയും ടൈം, സത്യം പറഞ്ഞാൽ ആ ഒരു തിയേറ്ററിൽ അവർക്ക് കിട്ടിയ അത്രയും ടൈം അവരെല്ലാവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ മിങ്കിൾ ചെയ്തു, സ്പെൻഡ് ചെയ്തു. ദെൻ അതിനുശേഷം ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഈ കേക്ക് കട്ടിങ്ങിന് പോകുന്ന വഴിക്കും ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് എന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ഓക്കെ. അതിനിടയ്ക്കിട്ടും ഇവർ അവരുടെ ടൈം ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നു, കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ നമ്മളെല്ലാവരും അവരവരുടേതായിട്ടുള്ള തിരക്കുകളുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ എസ്പെഷ്യലി സെലിബ്രിറ്റീസിനെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ആലപ്പുഴയിൽ വന്ന് തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞു, ദെൻ ചിലപ്പോൾ കൊച്ചിയിൽ പോകേണ്ട എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. കാരണം എന്താ പറയുക, മൂവി ഇപ്പോഴും റണ്ണിങ് ആണ്, വളരെ നല്ല രീതിയിൽ റണ്ണിങ് ആണ്. അപ്പോൾ അവർ ഇപ്പം തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒരുപാട് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും കാണും. അപ്പോൾ ഇവർ തിരിച്ചു പോകാനായിട്ടുള്ള ആ ഒരു ധൃതി വെച്ച്, അല്ലെങ്കിൽ അവർ അത്രയും ബിസിയായിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ഓടുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാകുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് പോകുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ അനുവാദം പോലും ചോദിക്കാതെ ഇങ്ങനെ വന്നിട്ട് സെൽഫി എടുക്കാനായിട്ട് വന്നു നിന്നാൽ, എനിക്ക് പോലും എവറി പേഴ്സൺസ്, എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. അപ്പം ആ ഒരു ഇറിറ്റേഷൻ തോന്നിയ സമയത്ത് നെസ്ലൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ, വിടടാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിനോട് പറയുന്ന രീതിയിൽ, ഐ തിങ്ക് നെസ്ലൻ എല്ലാവരോടും ആ ഒരു ഫ്രണ്ട്ലി വേയിലാണ് ടോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നെസ്ലൻ്റെ താരജാടയാണ്, അല്ലെങ്കിൽ നെസ്ലൻ ഭയങ്കര അഹങ്കാരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനന്നവിടെ നേരിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നെസ്ലൻ അത് എല്ലാവരോടും കാണിച്ചു വിടായിരുന്നു. നെസ്ലൻ ആദ്യം തൊട്ട് ഞാൻ ആരോടും മൈൻഡ് ചെയ്യാതെ, ഇപ്പോൾ താരജാട കാണിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നെസ്ലൻ അത്ര അഹങ്കാരിയാണെങ്കിൽ ആരോടും ഒരു മൈൻഡും കൊടുക്കാതെ, ആരുമായിട്ട് ഒരു രീതിയിലും മിങ്കിൾ ചെയ്യാണ്ട്, സഹകരിക്കാതെ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതെ നെസ്ലൻ ആ ഒരു ബലത്തിൽ ഇങ്ങനെ നിന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ആ ഒരു നെസ്ലൻ എന്താ പറയുക, കേക്കും കട്ട് ചെയ്ത് ആ തിരിച്ചു പോകുന്ന വഴിക്കും അതും കഴിഞ്ഞ് വണ്ടിയിൽ കയറുന്നതിന് മുന്നേയും ഈ പറയുന്ന പോലെ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തു ഞാൻ, അല്ലെങ്കിൽ അവരോട് അനുവാദം ചോദിച്ചു. അതാണ് മെയിൻ പോയിന്റ്. അനുവാദം ചോദിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഫോട്ടോ എടുത്തത്. ഈ വന്നിട്ടുള്ള ആൾക്കാർ സകല ആളുകളും ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അനുവാദം ചോദിച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ അകത്തൊരു എന്താ പറയുക, നമ്മളൊരാളുടെ ദേഹത്ത് ആവശ്യമില്ലാണ്ട് അയാളെ ടച്ച് ചെയ്യുമ്പം, ഇപ്പോൾ നമ്മുടെ ദേഹത്ത് ഒരാളൊന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷൻ തോന്നും എന്ന് പറയുന്ന പോലല്ലേ അവരും മനുഷ്യന്മാരാണ്. അത് നമ്മളെന്താ വിചാരിക്കാത്തത്? അപ്പോൾ എല്ലാവരും പറയുന്നത്, ഒട്ടുമിക്ക ആളുകളും പറയുന്നത്, ഇപ്പം എന്താ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നു അവന് ഭയങ്കര താരജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന നെസ്ലിൻ എന്താ വണ്ടിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേയും ഏതോ ആരൊക്കെയോ ഇങ്ങനെ വന്ന സമയത്ത് ചോദിച്ചപ്പോൾ ഓക്കെ എടുത്തു എന്നുള്ള രീതിയിൽ അത് എടുത്തിട്ടാണ് പിന്നെ കയറുന്നത്.
ഇത് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ്, നെസ്ലിൻ ആ തിയേറ്ററിൽ നിന്ന് ധൃതി വെച്ച് ഇറങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഈ പുള്ളി വന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ വന്നിട്ട് സെൽഫി എടുക്കാൻ പോയത്. അപ്പോൾ നെസ്ലിനുണ്ടായിരുന്ന ഒരു ഇറിറ്റേഷൻ, മാറടാന്നും പറഞ്ഞിട്ട് മാറ്റി. ആ ഒരു ചെറിയ രീതിയിൽ പുള്ളി അന്ന് പ്രതികരിച്ചു. അല്ലാതെ ഈ പറയുന്ന പോലെ മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, തള്ളി മാറ്റുകയോ അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും നെസ്ലിൻ നിന്നിട്ടില്ല. നെസ്ലിന് തോന്നിയൊരു ഇറിറ്റേഷൻ മാറടാന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് ആ ഒരു ചെറിയ രീതിയിലൊന്ന് മാറടാ ആ ഒരു ഇറിറ്റേഷൻ പുള്ളി പ്രകടിപ്പിച്ചു. ദാറ്റ്സ് ഓൾ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഇഷ്യൂ ആയിട്ട് ഇതിനെ എടുക്കാനോ ഒന്നും എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഞാനിത് നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ അത് നമ്മളുടെ സൈഡിൽ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇല്ല, എന്ന് വെച്ചാൽ നെസ്ലിൻ ഭയങ്കര താരചാടയാണ് അങ്ങനെയാണെങ്കിൽ, ഈ പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരും ഇങ്ങനെ തന്നെ പ്രതികരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറമായിരിക്കും ഓരോരുത്തർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ അവരും മനുഷ്യന്മാരാണ്. നമ്മൾ ഓക്കെ, എന്താണ് അവർ നമ്മളവരുടെ ആരാധകരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചെടുത്ത് അവർ നിൽക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മളവരുടെ ആരാധകരാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തോന്നിയാസവും അല്ലെങ്കിൽ എന്തോ അവരുടെ അടുത്ത് കാണിക്കാമെന്നില്ല. ചിലപ്പോൾ മറ്റേ പുള്ളി ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തതായിരിക്കും, പക്ഷെ നമ്മളവരോട് ഒരു അനുവാദം ചോദിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിന് മുന്നേയും പുള്ളിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു, ആ ടൈമിൽ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കായിരുന്നു. ഇത് ധൃതി വെച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്കിട്ട് ഓടി പോകുന്നതിൻ്റെ ഇടയ്ക്കിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആർക്കാണെങ്കിലും ഇറിറ്റേഷൻ തോന്നും, പ്രതികരിക്കും. അത്ര തന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയുടെ തന്നെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് പോർഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഞാൻ കാണാനായിട്ടിരുന്നില്ല, കാരണം അതിൻ്റെ അകത്ത് ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ന്യായീകരിച്ചുകൊണ്ടുള്ള കുറേ വർത്തമാനമായിരുന്നു. അതിൻ്റെ അകത്ത് എന്താണ് ന്യായീകരിക്കാനായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. നെസ്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തിങ്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൽ കാണുന്നുണ്ട് പുള്ളി ഇങ്ങനെ ഓടി ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നത്. അപ്പം ആർക്കാണെങ്കിലും ഇറിറ്റേഷൻ തോന്നും, പ്രതികരിക്കും. പിന്നെ അതിനെ ന്യായീകരിച്ച് പറയാനും മാത്രം എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ കാണാതിരുന്നത്. അതിനെ ന്യായീകരിച്ച് പറയുക, അല്ലെങ്കിൽ അവനെ വേറെ ആരെങ്കിലും ആണെങ്കിൽ തല്ലും, അതൊക്കെ വെറും പൊട്ടത്തരമാണ്. ഇരുന്ന് പറയുന്നതൊക്കെ വെറും പൊട്ടത്തരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കും മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാൻ തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വീഡിയോസൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി, എന്നാലും എനിക്കത് പറയണം തോന്നി. കാരണം നെസ്ലിന് ഒരുപാട് ഈ പറയുന്ന പോലെ കുറേ നെസ്ലിനെ ഡീഗ്രേഡ് ചെയ്ത് പറയുക, നെസ്ലിനെ ഭയങ്കര താരചാടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നെസ്ലിൻ എല്ലാവരുടെ കൂടെ എന്നിട്ട് ഫോട്ടോ എടുത്തു, അത്രയും നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു, എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്. താരചാടയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളി അത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് വന്നപ്പോൾ പുള്ളി അതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രതികരിച്ചു, മാറടാന്ന് പറഞ്ഞിട്ട്. അല്ലാതെ പിടിച്ച് തള്ളി മാറ്റി മാറി നിൽക്കടാ എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി, പറഞ്ഞു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.